ദൈവത്തിന്റെ വചനം പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിട്ടുവയ്ക്കും. അവൻ എന്റെ നാമത്തിൽ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരമരുളും. കഷ്ടകാലത്ത് ഞാൻ അവനോടുകൂടെ ഇരിക്കും, ഞാൻ അവനെ വിടുവിച്ച് മഹത്വപ്പെടുത്തും. സ്തോത്രം. ഈ സന്ധ്യാസമയം നമ്മുടെ കഷ്ടങ്ങളില് നല്ല തുണയായിരിക്കുന്ന കർത്താവിന്റെ പാദപിടുത്തത്തിലാണ് നമ്മളായിരിക്കുന്നത്. ഈ സന്ധ്യാസമയം ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിന്മേൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ ദൈവമക്കളെ, ആ വിഷയം നമ്മുടെ ദൈവം അറിയുന്നു. സ്തോത്രം. അവൻ തക്ക സമയത്ത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. സ്തോത്രം, സ്തോത്രം. അവന്റെ നാമത്തെ അറിയുന്നവരെ അവൻ ഉയർത്തുന്ന ദൈവമാണ്. അവനോട് പറ്റിയിരിക്കുന്നവരെ അവൻ വിടുവിക്കുന്ന ദൈവമാണ്. ഈ സന്ധ്യാസമയം നമുക്ക് പ്രാർത്ഥനയുടെ ആയിരിക്കാം. തുടർന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥനയുടെ ആയിരിക്കുമ്പോൾ ബ്രദർ ഫിന്നി ഉമ്മൻ ഒരു പാട്ടുപാടി കർത്താവിനെ ആരാധിക്കും. Hallelujah, praise Lord. യേശുവിന്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിൽ എന്നുമെന്നും സ്തുതി സ്തോത്രമേ. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. വാനിലും ഭൂവിലും മേലായ നാമം വന്നിത വല്ലഭ നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. ദൂതർ വാഴ്ത്തി പുകഴ്ത്തിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നൊരു നാമമത്. പാപത്തിൽ ജീവിക്കും പാപിയെ രക്ഷിപ്പാൻ പാരിതിൽ വന്നൊരു നാമമത്. പരലോകത്തിൽ ചേർക്കും നാമമത്. പരലോകത്തിൽ ചേർക്കും നാമമത്. യേശുവിന്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഉത്തമ ഭക്തന്മാർ പാടിപ്പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉത്തമ ഭക്തന്മാർ പാടിപ്പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. യേശുവിന്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്. ഭയം മുറ്റുമകറ്റിടും നാമമത്. ഭയം മുറ്റുമകറ്റിടും നാമമത്. യേശുവിന്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. യേശുവിന്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഉത്തമ ഭക്തന്മാർ പാടിപ്പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉത്തമ ഭക്തന്മാർ പാടിപ്പുകഴ്ത്തിടും ഉന്നതമാം ദൈവനാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. ഉലകെങ്ങും ധ്വനിക്കുന്ന നാമമത്. യേശുവിന്റെ തിരുനാമത്തിനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. സങ്കടം ചഞ്ചലം ശോധന വേളയിൽ താങ്ങി നടത്തിടും നാമമത്.
സങ്കടം ചഞ്ചലം ശോധനവേളയിൽ താങ്ങി നടത്തിയിടും നാമമത് ഭയം മുറ്റുമകറ്റിയിടും നാമമത് ഭയം മുറ്റുമകറ്റിയിടും നാമമത് യേശുവിന്റെ തിരുനാമത്തേനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ യേശുവിന്റെ തിരുനാമത്തേനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ യേശുവിന്റെ തിരുനാമത്തേനു എന്നുമെന്നും സ്തുതി സ്തോത്രമേ. ഹല്ലേലൂയ. താങ്ക് യു ബ്രദർ. ഹല്ലേലൂയ. സ്തോത്രം. ഈ നാമം വിളിച്ചപേക്ഷിപ്പാൻ കർത്താവ് നമുക്ക് ഭാഗ്യ പദവിയെ തന്നതോർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. ഹല്ലേലൂയ. സകല നാമത്തിലും മേലായ നാമം. ഹല്ലേലൂയ. എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമം ഈ നാമം. ഹല്ലേലൂയ. സ്തോത്രം. വിളിച്ചപേക്ഷിപ്പാൻ നമുക്ക് യാതൊരു യോഗ്യതയുമില്ലായിരുന്നു. നമ്മളെ തേടി വന്ന സ്വർഗത്തിലെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണഭൂമിയിൽ നമുക്ക് വേണ്ടി ജാതനായി അവസാനത്തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ഹല്ലേലൂയ ഈ നാമത്തെ വിളിച്ചപേക്ഷിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യ പദവിയെ തന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. പ്രിയ കർത്തദാസനെ കുടുംബാട് ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് നമ്മൾ ദൈവവചനം പഠിക്കുവാൻ വേണ്ടി കടന്നു വന്നിരിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ ദാസന്മാർ നമ്മളോട് ദൈവവചനം പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ കേൾക്കുന്നവരായിട്ടല്ല, അത് പ്രമാണിക്കുവാൻ തക്കണം. ദൈവം നമുക്ക് കൃപ തരുവാൻ തക്കണം. ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഇന്ന് സന്ധ്യാസമയം കർത്താവിന്റെ ദാസൻ ഡോക്ടർ മാത്തുക്കുട്ടി ശമുവേൽ നമ്മളോട് ദൈവവചനം പഠിപ്പിക്കും. നമുക്ക് പ്രാർത്ഥനയായിരിക്കാം. തുടർന്ന് നടക്കുന്ന ഹല്ലേലൂയ ബൈബിൾ സ്റ്റഡിയെയും സ്തോത്ര ഇപ്രായെല്ലാം കിടന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും വഹിച്ചുകൊണ്ട് ദൈവാത്മാവ് പ്രേരിപ്പിക്കുന്ന ആരെങ്കിലും ഒരാള് ചുരുക്കമായി പ്രാർത്ഥിച്ചാട്. കൂടി ഞങ്ങളെ കൂടെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയപിതാവേ, ഇന്നല്ല സന്ധ്യാസമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സംഭവലമായ ഒരു പകൽക്കാലം ഞങ്ങളെ വിട്ട് കടന്നുപോയി വീണ്ടും രാത്രി ദിനത്തിലേക്ക് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ഈ പ്രലയനിൽ കൂടി കർത്താവെ ഒന്നിച്ച് കർത്താവെ അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഒരു അവസരം ഒരുക്കിയതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു കർത്താവെ. ഹല്ലേലൂയ. സന്ധ്യാസമയം കർത്താവെ ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രനാഥ കേൾപ്പിച്ച പാട്ടിനായി സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്നു കർത്താവെ. പാടുവാൻ തക്കോണം നീവനെയും കർത്താവെ നിന്റെ മകനെ ബലപ്പെടുത്തിയെടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കുടുംബമായവരെ സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ലേഡിയെ നായന ദാസനെയും കുടുംബത്തെ അനുഗ്രഹിക്കണമേ കർത്താവെ. സ്തോത്രനാഥ എല്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവെ നീ കൺമണി പോലെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ. നിന്റെ രക്തക്കോട്ടകളിൽ മറയ്ക്കണമേ, അടിയനെയും കുടുംബത്തെയും മറയ്ക്കണമേ കർത്താവെ. ഹല്ലേലൂയ. പ്രത്യേക ഇന്ന് രാത്രി കാലം വചനം പഠിപ്പിക്കുവാൻ ഹല്ലേലൂയ കർത്താവെ നിന്റെ കർത്താവിന് വലിയൊരു ദാസനെ നിന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. വേണ്ടപ്പെട്ട സംസാരിപ്പാനുള്ള ദൈവ കൃപ കൊണ്ട് കർത്താവെ നീ അവിടെ നിന്ന് നിറയ്ക്കണമേ, ആത്മാവിൽ നിറഞ്ഞ് ഹല്ലേലൂയ ദൈവമേ ഹല്ലേലൂയ വചനം പഠിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവമേ പ്രത്യേക ദൈവത്തിന്റെ അത്യന്ത ശക്തി അവിടുന്ന് പകരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ വചനം കർത്താവെ കേൾക്കുന്ന ജീവിതങ്ങളിൽ അത് ഹല്ലേലൂയ 30, 60, 100 മേനിയായി വിളയുവാൻ തക്കവണ്ണം നീ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ വചനം കേൾക്കുമ്പോൾ അത് ഞങ്ങളുടെ ഉള്ളത്തിൽ സംഗ്രഹിപ്പാൻ തക്കമുള്ള സ്വർഗീയ ബുദ്ധി എന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. എല്ലാവർക്കും എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവെ ഹല്ലേലൂയ രക്ഷാനിർണയം പ്രാപിപ്പാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ വചനം കേൾക്കുമ്പോൾ രക്ഷാനിർണയം പ്രാപിപ്പാൻ തക്കവണ്ണം ദൈവമേ നീ അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്നത്തെ തിരുവചന കേൾവി ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നീ അവിടുന്ന് സഹായിക്കണമേ. പഠിപ്പിക്കുന്നതിന്റെ ദാസനെയും കുടുംബമായി അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണമേ. അല്പസമയം അടിയങ്ങളിൽ നിന്റെ സന്നിധിയിലായിരിക്കുന്നു കർത്താവെ. അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം വിടുതലുമായി തീരുവാൻ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, മറുപടി നൽകിയിരിക്കുക സ്തോത്രം. സകല മാനവും മൊത്തം അപ്പച്ചനെടുക്കണമേ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവവചനം പഠിപ്പാന്ന് കർത്താവിന്റെ ദേശത്തൻ ഡോക്ടർ മാത്തുക്കുട്ടി ശമുവേലിനെ ക്ഷണിച്ചുകൊള്ളുന്നു. കർത്താവിന്റെ മഹത്വം. താങ്ക് യു പാസ്റ്റർ ജോൺ വർഗീസ്. രാത്രി നമുക്ക് ദൈവസന്നിധിയിൽ വീണ്ടും ആയിരിക്കാൻ ദൈവമായ കർത്താവ് സാവകാശം ഒരുക്കിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഈ ദിവസങ്ങൾ നാം ദൈവവചനം പഠിക്കുന്നത്
നമുക്കേവർക്കും ആത്മീക പ്രചോദനത്തിനും ആത്മീക അഭിവൃദ്ധിക്കും കാരണമായി തീരുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല രാത്രിയുടെ യാമത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ തിരുവചനം പഠിക്കുവാനായി അവിടുത്തെ പാദപീഠത്തിനടുത്ത് വന്നിരിക്കുന്നു. ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുകയും ദൈവിക ജ്ഞാനം കൊണ്ട് നിറയ്ക്കുകയും ദൈവവചനം ഞങ്ങൾ പഠിക്കുന്നു ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിനും അഭിവൃദ്ധിക്കും അനുഗ്രഹത്തിനും കാരണമാക്കി തീർക്കണമേ. ദൈവവചനത്തിൽ കൂടെ ഇന്ന് രാത്രി ശ്രവിക്കുന്ന എല്ലാവരോടും നീയോട് സംസാരിക്കണമേ. അവരവരുടെ ആവശ്യങ്ങളുടെ മുഖത്ത് ഈ ദൈവവചന കേൾവിയും ദൈവവചന പഠനവും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. കർത്താവിന്റെ മഹത്വം നാമ കഴിഞ്ഞ ആഴ്ച മുതൽ ദൈവവചനത്തിന്റെ പ്രധാനമായിരിക്കുന്ന ചില വിഷയങ്ങൾ എടുത്ത് പഠിക്കുവാനാണല്ലോ ആരംഭിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ നാം ആരംഭിച്ചത് ദ പേഴ്സൺ ഓഫ് ഗാഡ്, ദ പേഴ്സണാലിറ്റി ഓഫ് ഗാഡ്, ദൈവത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച് നാം അല്പമായിട്ട് ചിന്തിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ അതേ ലൈനിൽ വരുവാൻ കഴിയാതിരുന്ന ആരെങ്കിലും ഇന്ന് വരുന്നെങ്കിൽ അവരുടെ അറിവിന് വേണ്ടിയും ആയിട്ട് അല്പമായി കഴിഞ്ഞ ആഴ്ചത്തെ കാര്യങ്ങളൊന്ന് ഉരുവിട്ട ശേഷം തുടർന്ന് ചിന്തിപ്പാൻ തക്കതും ദൈവത്തിൽ ആശ്രയിക്കുന്നു. ദൈവത്തിന്റെ മഹത്വം. കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിച്ചതായ ഒരു പ്രധാനമായിരിക്കുന്ന വിഷയം, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പക്ഷെ ദൈവത്തെ അറിയുവാനുള്ളതായ വാഞ്ചയും താല്പര്യവും എല്ലാ ഹൃദയങ്ങളിലും എല്ലാ മനുഷ്യരിലും ഉണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായ വസ്തുതയാണ്. ദൈവവചനത്തിൽ കൂടെയാണ് നമുക്ക് പിതാവായ ദൈവത്തെക്കുറിച്ചും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചും ഒക്കെ ഉള്ള അറിവ് ലഭിക്കുന്നത് ദൈവവചനത്തിൽ കൂടെയാണ്. കഴിഞ്ഞ ആഴ്ച നാം ചിന്തിക്കുന്ന വിഷയം, പിതാവായ ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുവാൻ പുത്രനായ യേശുക്രിസ്തു സ്വർഗത്തുനിന്ന് ഇറങ്ങി വന്നു എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, നാം നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ പിതാവായ ദൈവത്തെയും അവന്റെ പുത്രനായ ക്രിസ്തുവിനെയും അറിയണമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന വിഷയം. നാം ഈ ദൈവവചനം പഠിക്കുന്നതിൽ നിന്നും നാം ആഗ്രഹിക്കുന്നതായ പ്രത്യേകമായ വിഷയം എന്തെന്ന് ചോദിച്ചാൽ, ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം. അത് പിതാവായ ദൈവത്തെ അവന്റെ പുത്രനായ ക്രിസ്തുവിനെ അറിഞ്ഞെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതിനോടുള്ള ബന്ധത്തിലാണ് നാം ദൈവത്തിന്റെ വ്യക്തിത്വത്തെ കുറിച്ച്, പേഴ്സണാലിറ്റി ഓഫ് ഗാഡ്, അതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നാം പ്രത്യേകമായിട്ട് ചിന്തിച്ചത്. അതായത് സാധാരണ ഈ ലോകത്തിൽ അനേക ദൈവങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. ബിംബങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്. പക്ഷേ നാം സേവിക്കുന്നവനും നാം അറിയുന്നവനും നാം വിളിച്ചപേക്ഷിക്കുന്നതിനായ ദൈവം അതിൽ നിന്ന് വ്യത്യസ്തമാകുവാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവം ഒരു വ്യക്തിത്വത്തോടു കൂടിയതായ, ആളത്വത്തോടു കൂടിയതായ അത് ഒരു വ്യക്തിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം വ്യക്തിത്വത്തോടു കൂടി ജീവിക്കുന്നവനും നിർവചിക്കുവാൻ പറ്റിയ സുസ്ഥിരമായ സ്വഭാവ ഗുണങ്ങളോട് കൂടിയവനുമാകുന്നു എന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിനെ കുറിച്ച് പഠിച്ചപ്പോൾ ദൈവിക സ്വഭാവത്തെ കുറിച്ചാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവം ആത്മാവാകുന്നു. അതേ, കർത്താവിനെ ആരാധിക്കുന്നു, സത്യത്തിലും ആത്മാവിലും അവനെ ആരാധിക്കണമെന്നും ദൈവവചനത്തിൽ നമുക്ക് കഴിഞ്ഞ ആഴ്ചയിൽ കാണുവാനായിട്ട് കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. നാം അവസാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന പ്രത്യേകമായിട്ട് ദൈവിക സ്വഭാവത്തെ കുറിച്ചായിരുന്നു. ദൈവിക സ്വഭാവത്തെ രണ്ടായിട്ട് വേർതിരിക്കുവാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുകയും പഠിക്കുകയുണ്ടായി. ദൈവത്തിന്റെ രണ്ട് സ്വഭാവ ഗുണങ്ങൾ, ഒന്ന് ഗോഡ്സ് നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് മറ്റൊന്ന് ഗോഡ്സ് മോറൽ ആട്രിബ്യൂട്ട്സ്. നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി തനിക്കുള്ളതായ ആ സ്വഭാവ വിശേഷങ്ങൾ, അത് ആ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് ദൈവം മറ്റാരുമായി പങ്കിടുവാൻ ആഗ്രഹിക്കാത്തതായ അവന് മാത്രമുള്ളതായ സ്വഭാവ ഗുണമാണെന്നാണ് നാം ചിന്തിച്ചത്. ദൈവത്തിന് സ്തോത്രം. ആ വിഷയമാണ് കഴിഞ്ഞ ആഴ്ച നാം അവസാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ദൈവത്തിന് മഹത്വം. അതായത് അവൻ നിത്യനായ ദൈവമാണ്. ഈസ് ആൻ ഇറ്റേണൽ ഗോഡ്. നിത്യത മുതൽ നിത്യത വരെ അവൻ ആരംഭമില്ല, അവസാനമില്ല. അവൻ നിത്യത വരെ ഉള്ളതായ നിത്യനായ ദൈവമാകുന്നുവെന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് മഹത്വം. മറ്റൊന്ന്, ആ ദൈവം നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ സേവിക്കുന്ന, നമ്മൾ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം മാറ്റമില്ലാത്ത ദൈവമാണ്. ഹീസ് അൺചേഞ്ചബിൾ ഗാഡ്. മനുഷ്യരെല്ലാം വാക്കുമാറുന്നവരാണ്. ഈ ലോകത്തുള്ളതിനെല്ലാം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മാറ്റമില്ലാത്ത ഒന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നത് പിതാവായ ദൈവം. അവനൊരു വ്യത്യാസവുമില്ല. ദൈവത്തിന്റെ വചനം മാറുന്നില്ല. എന്നാൽ നാം ദൈവത്തെക്കുറിച്ച് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അവന്റെ ആ നാച്ചുറൽ ആട്രിബ്യൂട്ട്സിൽ ഉള്ളതായ
വസ്തുത എന്ന് പറയുന്നത് അവൻ നിത്യനായ ദൈവമാണ്. വേറെ ആരും നിത്യനായി ഇല്ല, അത് ദൈവം ആഗ്രഹിക്കുന്നുമില്ല. അത് അവൻ മാറ്റമില്ലാത്തവൻ, ഇമ്മ്യൂട്ടബിൾ, അൺചേഞ്ചിങ് എന്നൊക്കെ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മലാഖിയുടെ പ്രവചനത്തിൽ നിന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നാം ഒരു വാക്യം വായിക്കുകയുണ്ടായി. യഹോവയായ ഞാൻ മാറാത്തവൻ, അതുകൊണ്ടാണ് നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത്. അപ്പോൾ ഫോർ ഐ ആം ദ ലോർഡ് ഐ ചേഞ്ച് നോട്ട്, മാറാത്തവനായ ദൈവത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ നാം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അത് മൂന്നാമതായി ദൈവത്തിന്റെ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് നാം ചിന്തിച്ചത് ആ സർവശക്തനായ ഒംനിപൊട്ടൻസ് ഗോഡ്, അവനിൽ സർവശക്തിയും നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കണം കഴിഞ്ഞു. ആ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തെ ആസ്പദമാക്കി നാം പഠിച്ചപ്പോൾ കാണുവാൻ കഴിയുന്നത് ക്രിയേറ്റീവ് പവർ, സൃഷ്ടിക്കുവാനുള്ള ദൈവത്തിന്റെ അതേ കഴിവ്, അതിന്റെ ശക്തി. ഈ ഭൂമിയിൽ ആരെന്തുണ്ടാക്കിയാലും ഏതെങ്കിലും ഒന്നിൽ നിന്നാണ് വേറൊന്ന് ഉളവാക്കുന്നത്. ഒന്നുമില്ലായ്മയിൽ നിന്ന് ഉളവാക്കുവാൻ ആർക്കും സാധിക്കാതിരിക്കുമ്പോൾ നമ്മുടെ ദൈവം ഒന്നുമില്ലായ്മയിൽ നിന്ന് സകലത്തെയും ഉളവാക്കിയ ആ ദൈവമാകുന്നു. ദൈവത്തിന് സ്തോത്രം. മറ്റൊന്ന് ഉൽപ്പത്തി 1:3 നാം വായിക്കുകയുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അവന്റെ വാക്കിന്റെ ശക്തി ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി എന്ന് നാം വായിക്കുന്നത് കൊണ്ട് അവന്റെ വാക്കിന്റെ ശക്തി, അതുപോലെ ദൈവത്തിന് കഴിയാത്തതായ ഒരു കാര്യവുമില്ലെന്ന് അയ്യോബ് പറയുന്നത്. ദൈവത്തിന് മഹത്വം. അപ്പോൾ നാം കഴിഞ്ഞ ആഴ്ചയിൽ അവസാനമായി ചിന്തിച്ച ഭാഗം ദ ഓംനി പ്രസന്റ് ഗോഡ്, സർവവ്യാപിയായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. അതായിരുന്നു നാം അവസാനമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ഹി ഈസ് പ്രസന്റ് എവരിവെയർ അറ്റ് വൺ ആൻഡ് ദ സെയിം ടൈം. ഒരേ സമയത്ത് എല്ലാ സ്ഥലത്തും ഒരുപോലെ അത് ആയിത്തീരുവാൻ കഴിയുന്നവനായ ദൈവത്തെ കുറിച്ചാണ് നമുക്ക് വായിപ്പാൻ തക്കണം കഴിയുന്നത്. ദൈവത്തിന് സ്തോത്രം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം 27-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിച്ചു, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുകയില്ലല്ലോ. ദൈവത്തിന് മഹത്വം. 139-ാം സങ്കീർത്തനം നാം പലപ്പോഴും വായിക്കാറും ചിന്തിക്കാറും ഉള്ളതാണ്. ദൈവമേ, നാം എവിടെ ചെന്ന് പാർത്താലും അവിടെ എല്ലാം ദൈവത്തിന്റെ കരം നമ്മോടുകൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. യെരമ്യാപ്രവചനം 23-ാം അധ്യായം അതിന്റെ 33-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ഞാൻ സമീപസ്ഥനായ ദൈവം മാത്രമാകുന്നുവോ, ദൂരസ്ഥനായ ദൈവവും അല്ലയോ? അതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നാം അവസാനമായിട്ട് ചിന്തിച്ചത്. നമ്മുടെ സമീപേ വരുന്ന ദൈവം, നാം ദൂരെ ആയിരിക്കുമ്പോൾ അവിടെ ഇരുന്ന് നിലവിളിച്ചാലും നമ്മുടെ നിലവിളി കേൾക്കുന്നവനായ ദൈവത്തെ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി തുടർന്ന് കർത്താവിന്റെ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ്, അത് 5-ാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് സർവജ്ഞാനിയായ ദൈവം, ദ ഒംനീഷ്യന്റ് ഗോഡ്. അവന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ദൈവത്തിന് മഹത്വം. നമുക്കൊരു വാക്യം വായിക്കാം. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം അതിന്റെ 9-ാം വാക്യം ആർക്കെങ്കിലും വായിക്കാം. 1 ദിനവൃത്താന്തങ്ങൾ 28-ന്റെ 9-ാം വാക്യം. നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്യുക. യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. അതിന്റെ അവസാന ഭാഗം ഞാൻ ഒരു പ്രാവശ്യം കൂടെ സ്ട്രെസ് ചെയ്ത് പറയുവാൻ തക്കണം ആഗ്രഹിക്കുന്നത്, യഹോവ സർവ്വഹൃദയങ്ങളെയും പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്യുന്നു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, ഇന്ന് രാത്രി നാം ദൈവവചനം കേൾക്കുമ്പോൾ ഗ്രഹിക്കേണ്ടതായ ഒരു പ്രധാനമായിരിക്കുന്ന വിഷയം, ദൈവത്തിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. നാം അവനെ അന്വേഷിച്ചാൽ അവൻ നമ്മളെ അനുഗ്രഹിക്കും. നാം അവനെ തള്ളിക്കളഞ്ഞാൽ അവന് നമ്മളെ ഉപേക്ഷിക്കും. ദൈവത്തിന് മറവായിരിക്കുന്ന ഒന്നും ഇല്ല. ദൈവത്തിന് സ്തോത്രം. ഫോർ ദ ലോർഡ് searcheth all hearts and understandeth all the imagination of the thoughts. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ എല്ലാ ചിന്തകളെയും നമ്മുടെ വിചാരങ്ങളെയും അറിയുവാൻ കഴിവുള്ളവനായ ദൈവം, ദ ഒംനിഷ്യന്റ് ഗോഡ്, സർവജ്ഞാനിയായിരിക്കുന്ന ദൈവത്തെ കുറിച്ചാണ് നമുക്ക് അവിടെ വായിപ്പാൻ തക്കണം കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നാം വായിച്ചൊരു വാക്യമാണ്
2 ദിനവൃത്താന്തം 16:9 വായിക്കുമ്പോൾ തങ്ങൾ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നത് തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് യഹോവയുടെ കണ്ണ് എല്ലായിടവും ഊടാടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മെ പോകുന്ന സ്ഥലത്തെല്ലാം ദർശിക്കുവാൻ കഴിയുന്നതായ ആ പര്യാപ്തമായിരിക്കുന്ന ദൈവത്തിന്റെ ആ ശക്തിയെക്കുറിച്ച് നാം ബോധവാന്മാരായിരിക്കണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം എല്ലായ്പ്പോഴും മനസ്സിലാക്കണം, ദൈവത്തെ അത് ഒളിച്ച് നമുക്ക് എങ്ങും പോകുവാനായിട്ട് സാധിക്കുകയില്ല. ദൈവത്തിന് സ്തോത്രം. 94-ാം സങ്കീർത്തനത്തിന്റെ 11-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ദ ലോർഡ് നോയത്ത് ദ തോട്ട്സ് ഓഫ് മാൻ. മനുഷ്യരുടെ വിചാരങ്ങളെ മായ എന്ന് യഹോവ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഏതൊരു മനുഷ്യൻ എന്ത് ചിന്തിച്ചാലും അത് നന്നായി ഗ്രഹിപ്പാൻ കഴിയുള്ള ദൈവം, അത് ദൈവത്തിന്റെ മുൻപിലാണ് നാം ആയിരിക്കുന്നു എന്നുള്ള ബോധം എല്ലായ്പ്പോഴും നമ്മെ ഭരിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. വിഗ്രഹങ്ങളെ സംബന്ധിച്ച് അവർ കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, വായുണ്ടെങ്കിലും സംസാരിക്കുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ നാം സേവിക്കുന്നതായ നമ്മുടെ ദൈവം നമ്മുടെ വിചാരങ്ങളെ ദൂരത്തു നിന്നും നമ്മുടെ സമീപത്തടുത്തു വന്നും നമ്മെ സഹായിപ്പാനും നമ്മുടെ വിചാരങ്ങളെ ഗ്രഹിപ്പാനും കഴിവുള്ളവനായ ആ ദൈവമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദാനിയേൽ പ്രവചനത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. 2-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ദൈവത്തിന്റെ നാമം എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ, ജ്ഞാനവും ബലവും അവനുള്ളതല്ലോ. ബ്ലസഡ് ബി ദ നെയിം ഓഫ് ഗാഡ് ഫോർ എവർ ആൻഡ് എവർ, ഫോർ വിസ്ഡം മൈറ്റ് ആർ ഹിസ്. അപ്പോൾ ബലവും ജ്ഞാനവും നമ്മുടെ ദൈവത്തിനുള്ളതാണ്. അവനറിയാൻ പാടില്ലാത്തോ അവന് കഴിയാൻ പാടില്ലാത്തായ ഒരു വസ്തുതയും ഇല്ല എന്നുള്ള കാര്യം നാം നന്നായി ഗ്രഹിച്ചിരിക്കേണ്ടത് ഏറ്റവും ആവശ്യം. ഇയ്യോബ് 42-ാം അധ്യായത്തിൽ 2-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നു, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അപ്പോൾ ഇയ്യോബ് ദൈവത്തോട് സംസാരിച്ചു, ദൈവം ഇയ്യോബിനോട് സംസാരിച്ചു. ഇയ്യോബ് പറയാണ്, നോ തോട്ട്സ് ക്യാൻ ബി വിത്ത്ഹോൾഡൻ ഫ്രം ദീ. നിനക്ക് അത് നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഇന്ന് രാത്രി നാം ദൈവവചനം പഠിക്കുമ്പോൾ, അത് ദൈവവചനം ചിന്തിക്കുമ്പോൾ നാം ഗ്രഹിച്ചിരിക്കേണ്ടതായ പ്രധാനമായിരിക്കുന്ന വിഷയം, നമ്മുടെ വിചാരങ്ങളും നമ്മുടെ ചിന്തകളും ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവനായ ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ, there is no searching of his understanding. അവന്റെ ബുദ്ധി അപ്രമേയമത്രേ എന്നാണ് അവിടെ മലയാളത്തിൽ നമുക്ക് വായിപ്പാൻ തക്കണം കഴിയുന്നത്. അപ്പോൾ ദൈവത്തിന്റെ നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് നിത്യനായ ദൈവം, മാറ്റമില്ലാത്തവനായ ദൈവം, സർവശക്തനായ ദൈവം, സർവവ്യാപിയായ ദൈവം, സർവജ്ഞാനിയായ ദൈവം. ഈ 5 ക്വാളിറ്റീസ് ദൈവം മറ്റാർക്കും വിട്ടുകൊടുക്കുകയോ അവൻ മറ്റാരുമായിട്ട് പങ്കിടുകയോ ചെയ്യാത്തായ 5 പ്രത്യേകമായ തന്റേതായ തനിക്ക് മാത്രമുള്ളതായ സ്വഭാവങ്ങളാണെന്ന് ദൈവത്തിൽ നമുക്ക് ചിന്തിപ്പാൻ തക്കണം കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇനി തുടർന്ന് കർത്താവിന്റെ ആ ആട്രിബ്യൂട്ട്സ് തന്നെ സ്വഭാവങ്ങളെ 2ആയിട്ട് വേർതിരിച്ചു. ഒന്ന്, അത് ആരുമായിട്ട് പങ്കിടാത്ത തനിക്ക് മാത്രമുള്ളതായ ആ സ്വഭാവ വിഷയം. ഇനി നാം ചിന്തിക്കുവാൻ പോകുന്നത് ദൈവം മറ്റുള്ളവരുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നതായ സ്വഭാവ ആ ഗുണവിശേഷങ്ങൾ, ദ മോറൽ ആട്രിബ്യൂട്ട്സ്. അതിനെ സാൻമാർഗിക ഗുണങ്ങളെന്നും മറ്റുള്ളവരുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങളെന്നും ഒക്കെ നമുക്ക് അത് ചിന്തിക്കുവാൻ തക്കണം കഴിയുന്നുണ്ട്. ഒന്നാമതായിട്ട് അത് ഇന്ന് രാത്രിയിൽ അവന്റെ മോറൽ ആട്രിബ്യൂട്ട്സ്, അവൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന, അവനിൽ നിക്ഷിപ്തമായിരിക്കുന്ന സാൻമാർഗികമായിരിക്കുന്ന ആ ഗുണങ്ങൾ എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ഒന്നാമതായി പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ആർക്കെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് വായിക്കാം. ദൈവത്തിന് മഹത്വം. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാര്? വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനെ. അവിടെ വായിക്കുമ്പോൾ തുടക്കത്തിൽ നടക്കുന്നത് ദൈവത്തെ കുറിച്ച് പറയുകയാണ്. ഗോഡ് ഈസ് ഹോളി, വിശുദ്ധിയിൽ മഹിമയുള്ളവനെ എന്ന പദപ്രയോഗമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. സോ നമ്മുടെ ദൈവത്തിന്റെ മോറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് വിശുദ്ധനായ ദൈവമാണ്. ആ വിശുദ്ധനായ ദൈവത്തെക്കുറിച്ച് സംബോധന ചെയ്യുമ്പോഴാണ് പുറപ്പാട് പുസ്തകം വായിച്ചത്. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ എന്ന ആ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം.
ശമൂവേലിന്റെ പുസ്തകത്തിൽ വരുമ്പോൾ 1 ശമൂവേൽ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയെ പോലെ പരിശുദ്ധൻ ഇല്ല. പത്രോസിന്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു പ്രത്യേകത ഉണ്ട്. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ. നിങ്ങളെ വിളിച്ച ഒത്തവണ്ണം അനുസരണമുള്ളവരായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവീൻ. അപ്പോൾ ആ വാക്യം വായിക്കുമ്പോൾ നാം ഗ്രഹിക്കുന്ന, ഞാൻ മുമ്പേ ഓർപ്പിച്ച കാര്യം മറന്നു പോകരുത്, ഈ സ്വഭാവ ഗുണങ്ങൾ ദൈവം നാമുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുക. അതുകൊണ്ട് ദൈവം വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് പത്രോസ് അപ്പോസ്തലൻ ഇവിടെ ഓർപ്പിക്കുന്നു, ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് ദൈവത്തിന്റെ കൽപ്പന. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം. അപ്പോൾ നമ്മൾ വിളിച്ചത് ആരാ? സാധാരണ ഒരു വ്യക്തിയല്ല വിളിച്ചിരിക്കുന്നത്, വിശുദ്ധനായ ദൈവമാണ് നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മെ വിളിച്ച അവന്റെ ആ വിശുദ്ധിക്ക്, അഥവാ വിശുദ്ധനൊത്തവണ്ണം അനുസരണമുള്ളവരായി എല്ലാ നടപ്പിലും നാം വിശുദ്ധരായിരിക്കണം. അതാണ് ദൈവമക്കളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. നിത്യജീവൻ പ്രാപിക്കുവാൻ കർത്താവിനെ അംഗീകരിച്ചിരിക്കുന്ന, കർത്താവിന്റെ പൈതലായി തീർന്നു എന്ന് പറയുന്ന എല്ലാവരിലും കാണേണ്ടതായ ഒരു ഗുണവിശേഷമാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നാം വിശുദ്ധരായി ജീവിപ്പാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹബക്കുക്കിന്റെ ലേഖനത്തിൽ വായിക്കുമ്പോൾ 1-ാം അധ്യായം 13, ദോഷം കണ്ടുകൂടാതവണ്ണം നിർമ്മല ദൃഷ്ടിയും ഉള്ളവനും പീഡനം കാൺമാൻ കഴിയാത്തവനുമായുള്ളവേ എന്ന പദപ്രയോഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ദോഷം കണ്ടുകൂടാതവണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനായ പീഡനം കാൺമാൻ കഴിയാത്തവനുമായുള്ളവേ എന്ന പദപ്രയോഗം അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധിയാണ് വീണുപോയ മനുഷ്യനിൽ നിന്നും ദൈവത്തെ അകറ്റുവാൻ കാരണം. നാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്, മനുഷ്യൻ അതേ അനുസരണക്കേട് കാണിച്ച് ആ ദൈവസന്നിധി നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കഴിയാതെ വന്നതിന്റെ കാരണം അവൻ അശുദ്ധനായി തീർന്നു, ദൈവിക ബന്ധത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. അപ്പോൾ ദൈവവിശുദ്ധിയിൽ നിന്ന് ആണ് ആ വീണുപോയ മനുഷ്യനുമായി ദൈവത്തിന് അടുക്കുവാൻ കഴിയാതിരിക്കുന്ന വസ്തുത. എന്നാൽ എഫേസ്യ ലേഖനത്തിൽ വരുമ്പോൾ അത് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ നാം ഇങ്ങനെ നമുക്ക് ദർശിപ്പാൻ കഴിയുന്നു, മുമ്പേ ദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. പാപം ചെയ്ത് വിശുദ്ധനായ ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ നമ്മെ ദൈവത്തിലേക്ക് മടക്കി വരുത്തുവാൻ, അടുപ്പിക്കുവാൻ തന്റെ പുത്രനായ ക്രിസ്തു കാൽവഴി നമുക്ക് വേണ്ടി യാഗമായി തീർന്ന് അവർ രക്തത്താൽ അത് നമുക്ക് ശുദ്ധീകരണം പ്രാപിച്ച് നാം ദൈവത്തിലേക്ക് അടുത്തു വരുവാൻ നമുക്ക് സാധ്യമായി തീരുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ നാം ശുദ്ധീകരണം പ്രാപിച്ചു എന്നുള്ള ഏക കാരണത്താലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മുമ്പേ നാം ദൂരസ്ഥരായിരുന്നു, എന്നാൽ ഇപ്പോൾ ക്രിസ്തുവിന്റെ രക്തത്താൽ നാം സമീപസ്ഥരായി തീർന്നിരിക്കുന്നു. ഈ വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ കടന്നു ചെല്ലണമെങ്കിൽ ക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. രക്തച്ചൊരിച്ചിലില്ലാതെ ഒരു വിമോചനമില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവസന്നിധിയിലേക്ക് ഒരുവനെ അടുത്തു ചെല്ലണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്തിൽ കൂടെ മാത്രമേ അവൻ അടുത്ത് ചെല്ലുവാൻ കൊണ്ട് കഴിയുള്ളൂ. അപ്രോച്ച് ദ ഹോളി ഗോഡ്, there is no mediator except through the blood of Jesus Christ. കർത്താവിന്റെ സന്നിധിയിൽ എടുത്തു പോകുവാൻ നമുക്കൊരു മധ്യസ്ഥന് ഭൂമിയിൽ ഇല്ല. വേറെ ആരും നമുക്ക് മധ്യസ്ഥരായി ഇല്ല. നമുക്ക് കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലണമെങ്കിൽ അതിന്റെ മീഡിയേറ്റർ എന്ന് പറയുന്നത് ത്രൂ ദ ബ്ലഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞതായ ആ പുണ്യാരക്തം നമ്മെ കഴുകി ശുദ്ധീകരിച്ച് അതിനുവേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആ കർത്താവിന്റെ സന്നിധിയിലേക്ക് ധൈര്യത്തോടെ അടുത്ത് ചെല്ലുവാൻ തക്കോണം കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ തന്നെ നാം ഒരു കാര്യം മനസ്സിലാക്കണം, ഗോഡ് ഈസ് ഹോളി. ദൈവം വിശുദ്ധനാണ്. ബട്ട് ഗോഡ് ഹേറ്റ്സ് സിൻ. വിശുദ്ധനായ ദൈവം പാപത്തെ വെറുക്കുന്നു, അതേസമയം തന്നെ അവൻ പാപിയെ സ്നേഹിക്കുന്നു. ദൈവമായ കർത്താവ് വിശുദ്ധനായിരിക്കുന്നു, അവന് പാപത്തെ വെറുക്കുന്നു, എന്നാൽ അത് പാപിയെ സ്നേഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധനായ ദൈവം ആ വിശുദ്ധിയിൽ അത് നാം ആയിത്തീരുവാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവന്റെ വിശുദ്ധിയുടെ കോപം കൊണ്ട് പാപത്തെ
ശിക്ഷിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് യെശയ്യാപ്രവചനം 53 അധ്യായം കർത്താവായ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ വിളിച്ചറിയിക്കുന്ന ദ സഫറിംഗ് സെർവൻസിനെ കുറിച്ച് പ്രതിപാദിക്കുന്നതായ അധ്യായമാണ് യെശയ്യാപ്രവചനം 53 അധ്യായം. അതിന്റെ 6 വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ദൈവമേ, ആ ദൈവത്തിന്റെ മേൽ ചുമത്തിക്കൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിൽ നമ്മുടെ സകല പാപവും അതിന്റെ പാപത്തിന്റെ പ്രായശ്ചിത്തമായി പരിണിത ഫലമായി കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവറിയിൽ അത് തകർത്ത് കളയുവാൻ പിതാവായ ദൈവത്തിന് ആ പ്രസാദം തോന്നി. ദൈവത്തിന് സ്തോത്രം. ദൈവവിശുദ്ധിയുടെ പ്രമാണം പാപത്തിനുള്ള ശിക്ഷ ആവശ്യപ്പെടുകയാണ്. പാപം ചെയ്യുന്ന ദേഹി ഒക്കെയുള്ള ശിക്ഷയെ കുറിച്ച് ദൈവത്തിന് വായിപ്പാൻ തൊക്കെ കഴിയുന്നുണ്ട്. അപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണം പാപത്തിനുള്ള ശിക്ഷ ആവശ്യപ്പെടുന്നു. ഈ ശിക്ഷയുടെ ആവശ്യം നമ്മുടെ രക്ഷകനായ കർത്താവ് സ്വയമായി ഏറ്റെടുത്ത് കാൽവരിനെ പൂർണ്ണമായി തൃപ്തനാക്കി തീർക്കേണ്ടതിന് അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഗത്സമന തോട്ടത്തിൽ നിന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. കർത്താവെ, കഴിയുമെങ്കിൽ പാനപാത്രം നിന്ന് നീങ്ങിപ്പോകണമേ. എന്നിട്ട് പറഞ്ഞു, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നിറവേറ്റപ്പെടണം. അപ്പോൾ മാനവജാതിയെ വീണ്ടെടുക്കേണ്ടതിന് കർത്താവായ യേശുക്രിസ്തു കാൽവരിയിൽ അതേ യാഗമായി തീരുക എന്നുള്ളത്, അങ്ങനെ തീർന്ന ദൈവത്തിന് പൂർണ്ണ പ്രസാദം വന്നെങ്കിൽ മാത്രമേ നമുക്ക് ദൈവസ്ഥലിലേക്ക് അടുത്ത് ചെല്ലുവാൻ തക്കവണ്ണം സാധ്യമായി തീരുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ വിശുദ്ധിയുടെ പ്രമാണം നാം വിശുദ്ധരായിരിക്കണം എന്നുള്ളതായ ആ വസ്തുതയാണ്. ദൈവത്തിന് സ്തോത്രം. നാം വിശുദ്ധരായിരിക്കണം. അത് ദൈവമായ കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രധാനമായിരിക്കുന്ന വിഷയമാണ്. അപ്പോൾ പിതാവായ ദൈവത്തിന്റെ മറ്റുള്ളവരായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ഗുണവിശേഷങ്ങൾ ഒന്നാമത്തതാണ് അത് ആ വിശുദ്ധനായ ദൈവം, ഗോഡ് ഈസ് ഹോളി. അത് നാമുമായി പങ്കിടുവാൻ തക്കണം കർത്താവ് ആഗ്രഹിക്കുന്നു. അവൻ പറയുന്നത്, അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നാമും വിശുദ്ധരായിരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇനി രണ്ടാമതായി ദൈവത്തിന്റെ അത് ആ ഗുണവിശേഷം, ദൈവം വിശുദ്ധനായിരിക്കുന്നു എന്ന് ഒന്നാമതായി നാം ചിന്തിച്ചല്ലോ. രണ്ടാമതായി 116 സങ്കീർത്തനം അതിന്റെ 5 വാക്യത്തിൽ വരുമ്പോൾ ഗോഡ് ഈസ് റൈച്ചസ്, യഹോവ കൃപയും നീതിയും ഉള്ളവൻ തന്നെ എന്ന് വായിപ്പാൻ തക്കണം കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ ദൈവത്തിന്റെ ആ സ്വഭാവ ഗുണമെന്ന് പറയുന്നത് ഗോഡ് ഈസ് റൈച്ചസ്, അവൻ നീതിമാനാണ്, നീതിയുള്ളവനാണ്. എസ്രായുടെ പുസ്തകത്തിൽ വായിക്കുന്നു 9 അധ്യായം അതിന്റെ 15 വാക്യത്തിൽ വായിക്കുമ്പോൾ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ നീ നീതിമാൻ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നീതിമാനായ ദൈവം, അത് റൈച്ചസ്നെസ് ഓഫ് ഗാഡ്, തന്റെ സകല പ്രവൃത്തികളിലും ദയാലുവുമാകുന്നു. ദൈവത്തിന് സ്തോത്രം. ഗോഡ് ഈസ് ജസ്റ്റ്, നീതിമാനായ ദൈവം. ആവർത്തന പുസ്തകം 32 അധ്യായം അതിന്റെ 4 വാക്യത്തിൽ നാം വായിക്കുന്നത്, ആവർത്തന പുസ്തകം 32:4, വ്യാജമില്ലാത്തവൻ നീതിയും നേരുമുള്ളവൻ തന്നെ. 19 സങ്കീർത്തനത്തിൽ വരുമ്പോൾ അതിന്റെ 9 വാക്യത്തിൽ നാം വായിക്കുന്നത്, 19 സങ്കീർത്തനം 9 വാക്യം, യഹോവയുടെ വിധികൾ സത്യമായവ, അവ ഒട്ടൊഴിയാതെ നീതിയുള്ളവയാകുന്നു. ദൈവത്തിന് മഹത്വം. 45 യെശയ്യാപ്രവചനം 45 അധ്യായം 21 വാക്യം, ഐസിയ 45:21, യഹോവയായ ഞാനല്ലയോ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാനല്ലാതെ നീതിമാനായ ഒരു ദൈവം രക്ഷിതാവും ഇല്ല. അപ്പോൾ ഈ വാക്യങ്ങളെല്ലാം എന്തിനാ ഞാൻ പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവം നീതിമാനായ ദൈവമാകുന്നു എന്നുള്ള കാര്യം അത് നാം മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. അത് ശമൂവേലിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു 2:3 വായിക്കുമ്പോൾ, യഹോവ ജ്ഞാനമുള്ള ദൈവം, അവൻ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നു. ദൈവത്തിന് മഹത്വം. അപ്പോൾ ജ്ഞാനമുള്ളവരായ ദൈവം നമ്മുടെ പ്രവൃത്തികളെ തൂക്കി നോക്കുന്നവനായ ആ കർത്താവ്, അവൻ നീതിമാനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. ഗോഡ് ഈസ് സ്പീക്കിംഗ് ടു എബ്രഹാം. അതിന്റെ ഉൽപ്പത്തി 18:25 വായിക്കുമ്പോൾ ആ ദൈവം അബ്രഹാമിനോട് പറയുന്നതായ ഒരു പദമുണ്ട്, നീതിമാൻ ദുഷ്ടനെ പോലെ ആകാതെ വണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. സർവഭൂമിക്ക് ന്യായാധിപനായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നീതിമാനായ ദൈവം, അത് നീതിമാനായ ദൈവമായതുകൊണ്ട്
സകലത്തിന്റെയും അവസാന ന്യായാധിപതിയും അവൻ തന്നെയാകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവമാണ് അവസാനമായി എല്ലാവരെയും ന്യായം വിധിക്കുന്നത്. ആ ദൈവത്തിന്റെ ന്യായവിധിയെ കുറിച്ച് നാം ദൈവത്തിൽ വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി അതിലേക്ക് പോകുവാൻ കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 8-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ നിന്ന് വായിക്കുമ്പോൾ, നീ സ്വർഗത്തിൽ കേട്ട് പ്രവർത്തിച്ച ദുഷ്ടന്റെ നടപ്പ് അവന്റെ തലമേൽ വരുത്തി അവനെ ശിക്ഷിപ്പാനും നീതിമാന്റെ നീതിക്ക് തക്കവണ്ണം അവന് നൽകി അവനെ നീതീകരിക്കുവാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരണമേ. അപ്പോൾ ദൈവത്തെക്കുറിച്ച് വായിക്കുമ്പോൾ ഹീസ് ദ ജസ്റ്റ് ഗോഡ്, ദ റൈറ്റസ് ഗോഡ്. അവൻ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് നീതി പ്രവർത്തിക്കണമെന്നുള്ളതാ. അത് മറ്റുള്ളവരോട് നീതിയായി ഇടപെടുക, പ്രവർത്തിക്കുക എന്നുള്ളതൊക്കെ ദൈവം ആഗ്രഹിക്കും. അവൻ നീതിമാനായിരിക്കുന്നു. നമ്മുടെ ഓരോരുത്തരെയും പ്രവൃത്തിയിലും അത് വെളിപ്പെട്ടു വരേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വസ്തുതയാണ്. ദൈവത്തിന് സ്തോത്രം. ഇനി മൂന്നാമതായിട്ട് 103-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ വരുമ്പോൾ കർത്താവിന്റെ മറ്റൊരു ഗുണവിശേഷത്തെ കുറിച്ച് നമുക്ക് വായിപ്പാൻ തുടങ്ങാൻ കഴിയുന്നുണ്ട്. യഹോവ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും മഹാദൈവവും ദയയും ഉള്ളവൻ തന്നെ. ദൈവത്തിന് മഹത്വം. ഗോഡ് ഈസ് മേഴ്സിഫുൾ. ദയാലുവായിരിക്കുന്ന, അനുകമ്പയുള്ളവനായിരിക്കുന്ന ആ ദൈവം, അതാണ് മൂന്നാമതായിട്ട് ദൈവത്തിന്റെ ആ ഗുണത്തെക്കുറിച്ച് നമുക്ക് വായിപ്പാൻ. ഹി ഈസ് എ മേഴ്സിഫുൾ ഗോഡ്. അവൻ കരുണയും കൃപയും നിറഞ്ഞവൻ, ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ തന്നെ. ആവർത്തന പുസ്തകം 4-31 വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവ കരുണയുള്ള ആ ദൈവമല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ മൂന്നാമത്തെ ആ ഗുണവിശേഷമാണ്, മോറൽ ആട്രിബ്യൂട്ട്സ് ആണ് ദ മേഴ്സിഫുൾ ഓർ ഗോഡ് ഈസ് ദ മേഴ്സി ഓഫ് ഗോഡ് ഓർ ദ ഗോഡ് ഈസ് മേഴ്സിഫുൾ എന്നൊക്കെ നമുക്ക് കാണുവാൻ. കാരുണ്യവാനായ ദൈവം നാം ചെയ്യുന്ന പാപങ്ങൾക്ക് ഉടൻ ശിക്ഷ നൽകാതെ നമ്മോട് കരുണ കാണിക്കുകയും നന്മകളും അനുഗ്രഹങ്ങളും രക്ഷിക്കപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ നൽകുകയും ചെയ്യുന്നുവെന്ന് ദൈവത്തെ നമുക്ക് വായിപ്പാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 45-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. ദൈവത്തിന്റെ കരുണയാണ്. മുമ്പ് ഞാൻ ഓർപ്പിച്ചു, നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിന്റെ ദയയാണ്. അപ്പോൾ മേഴ്സി ഉള്ളതായ, ആർദ്രതയുള്ളതായ, കരുണയുള്ളതായ ആ ദൈവമാണ്. അത് ദൈവം എന്നുള്ള കാര്യം നാം മറക്കരുത്. ദൈവത്തിന് സ്തോത്രം. റോമാലേഖനം 9-ാം അധ്യായം 15-18 വാക്കുകൾ എത്തുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്, എനിക്ക് കരുണ തോന്നണമെന്ന് ഉള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണമെന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. അങ്ങനെ തനിക്ക് മനസ്സുള്ളവനോട് അവന് കരുണ തോന്നുന്നു. അപ്പോൾ ദൈവമക്കളാകുന്ന നാമ ദൈവസ്ഥനിൽ എടുത്തു ചെല്ലുമ്പോൾ നാം ദൈവത്തെ കരുണയുള്ള ദൈവമായി, ആർദ്രതയുള്ള ദൈവമായി, നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനായ ദൈവമായിട്ട് മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ 20-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം, ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 20:6, എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ദൈവം. അപ്പോൾ 1000 തലമുറ വരെ നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുവാൻ ഒരു കാരണമായി തീരുന്നത്, അതിന്റെ ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ ദൈവം ദയാല. പക്ഷെ 1000 തലമുറ വരെ ദൈവം നമ്മോട് ദയാല കാണിക്കണമെങ്കിൽ അവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്കാണ് ഈ 1000 തലമുറ വരെ ദൈവത്തിന്റെ ദയ ഉണ്ടാകുന്നത്. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, നാം ദൈവത്തെ സ്നേഹിക്കണം. നാം ദൈവത്തിന്റെ കൽപ്പനകളെ പ്രമാണിക്കണം. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ തലമുറകളോട് ദൈവത്തിന്റെ ആർദ്രതയും കരുണയും ഉണ്ടാകേണ്ടതിന് നാം ദൈവത്തെ സേവിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ദൈവത്തിന്റെ ദയയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഹൗ ഗ്രേറ്റ് ഈസ് ദ മേഴ്സി ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ആ കരുണയുടെ മഹിമയുടെ വലിപ്പം എത്രയുണ്ട് നാം ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. യഹോവയുടെ ആ മേഴ്സി, ഹൗ ഗ്രേറ്റ് ഈസ് ദ മേഴ്സി ഓഫ് ഗാഡ്. യഹോവയുടെ അഥവാ ദൈവ കരുണയുടെ മഹിമ അഥവാ വലിപ്പം എന്നാൽ എന്തുമാത്രം ഉണ്ടാവും. 103-ാം സങ്കീർത്തനം വായിപ്പാൻ കഴിയുന്നു. 11-ാം വാക്യത്തിലും 17-ാം വാക്യത്തിലും വായിക്കുമ്പോൾ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ അവന്റെ ദയ ഭക്തന്മാരോട് വലയായിരിക്കുന്നു. യഹോവയുടെ ദൈവമോ എന്നും എന്നേക്കും
അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ മക്കൾക്കും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. ആകാശം ഭൂമിക്കുമീതെ ഉയർന്നിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അതിന്റെ ആ ഡിസ്റ്റൻസ് നമുക്ക് അളക്കുവാനായിട്ട് കഴിയാത്തതുപോലെ ദൈവത്തിന്റെ ദയ തന്റെ ഭക്തന്മാരോട് ആ വലുതായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് മാത്രമല്ല, അവരുടെ ദൈവോ എന്നും എന്നേക്കും അവന്റെ ഭക്തന്മാർക്കും അവന്റെ നീതി മക്കളുടെ ആ മക്കൾക്കും ഉണ്ടാകും. ദൈവത്തിന് സ്തോത്രം. മക്കളെ, നാം ദൈവത്തിന്റെ ആ ദയയെ കുറിച്ച് ചിന്തിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. അത് 32 സങ്കീർത്തനം 10 വാക്യത്തിൽ വായിക്കുന്നത്, യഹോവയിൽ ആശ്രയിക്കുന്നവനെയോ ദയ ചുറ്റിക്കൊള്ളും. അപ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുവാൻ തീരുമാനിച്ചാൽ നമ്മുടെ മേലൊരു ആവരണം വരുന്നു. എന്ത്? ദൈവത്തിന്റെ ദയ. ആ ദൈവത്തിന്റെ ദയ നമ്മെ ചുറ്റിക്കൊള്ളുവാൻ തക്കോണം ഇടയായിത്തീരുന്നു. ഒരു പാപി മാനസാന്തരപ്പെട്ട് അവന്റെ അടുക്കൽ വരുമ്പോൾ നമ്മുടെ നന്മ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ അല്ല, ദൈവത്തിന്റെ ദയ കൊണ്ട് നമുക്ക് പാപക്ഷമ ലഭിക്കുന്നു. നമ്മൾ ആരും പുണ്യപ്രവൃത്തി ചെയ്തിട്ടോ അതേ നമ്മൾ ആരും എല്ലാവരും നല്ലവരായിട്ടോ അല്ല, ദൈവത്തിന് നമ്മോട് പാപങ്ങളെ ക്ഷമിച്ചു തന്നത് ദൈവത്തിന്റെ ദയ കൊണ്ട്. അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് നമ്മളോട് കരുണ കാണിച്ചു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവത്തിന്റെ ആ സ്വഭാവങ്ങളെ ഗുണങ്ങളെ കുറിച്ചാണല്ലോ നാം ചിന്തിക്കുന്നത്. അത് മറന്നു പോകരുത്. ഒന്ന്, ഗോഡ് ഈസ് ഹോളി. 2, ദൈവത്തിന്റെ ആ മേഴ്സിയെ കുറിച്ച് നാം 2 ദൈവത്തിന്റെ നീതിയെ കുറിച്ച് നാം ചിന്തിച്ചു. 3, ദൈവത്തിന്റെ ആ ദയ കരുണയെ കുറിച്ചാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവം അവരെ ദയാലുവായിരിക്കുന്നു. ഞാൻ പ്രാരംഭത്തിൽ ഓർപ്പിച്ച കാര്യം മറക്കരുത്. ഈ സ്വഭാവങ്ങളെല്ലാം ദൈവം നമ്മളുമായിട്ട് പങ്കിടുവാൻ ആഗ്രഹിക്കുക. ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുക എന്താ? മറ്റുള്ളവരോട് നാമും ദയ കാണിക്കുകയും ദയാലുക്കളായി ഇരിക്കുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ ഒരു വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ദൈവമക്കളാകുന്ന നാമ ദൈവ സന്നിധിയിൽ മറ്റുള്ളവരോട് ആ ദയുള്ളവരായി ദയ കാണിക്കുന്നവരായി തീരേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. ഇനി 4മതായിട്ട് ദൈവത്തിന്റെ ആ മോറൽ ആട്രിബ്യൂട്ട്സ്, അവന്റെ പങ്കിടുവാൻ ആഗ്രഹിക്കുന്നതായ ആ സ്വഭാവത്തിൽ ഒന്നാണ് ഗോഡ് ഈസ് ലവ്. നമുക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ 4-ാം അധ്യായത്തിന്റെ 8 മുതൽ 16 വാക്യങ്ങൾ അത് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. ആ വാക്യങ്ങളെല്ലാം ഇന്ന് രാത്രി വായിപ്പാൻ തക്കണം ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് അത് ഈ പ്രാർത്ഥന കഴിഞ്ഞ ശേഷം അഥവാ ഈ ബൈബിൾ സ്റ്റഡി കഴിഞ്ഞ ശേഷം നോക്കി വായിക്കാവുന്നതാണ്. 1 യോഹന്നാന്റെ ലേഖനം 4-ാം അധ്യായം 8 മുതൽ 16 വാക്യങ്ങളിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഗോഡ് ഈസ് ലവ്. ദൈവം സ്നേഹമായിരിക്കുന്നു എന്ന ആ വസ്തുതയാണ് അവിടെ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷത്തിന്റെ കാതലായിരിക്കുന്നതായ താക്കോൽ വാക്യമായിരിക്കുന്ന തന്റെ ഏകജാത പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ട ദൈവമാണ് നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പാരമ്യമായിട്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു തന്ന. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാന്റെ ലേഖനത്തിൽ 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ വരുമ്പോൾ അവിടെ നമുക്ക് വായിപ്പാൻ കഴിയുന്നു, അവൻ നമുക്ക് വേണ്ടി തന്റെ പ്രാണനെ വെച്ചു കൊടുത്തതിനാൽ അത് നാം സ്നേഹം എന്തെന്ന് അറിഞ്ഞിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു തന്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകിയതുകൊണ്ടാണ് എന്താ ദൈവസ്നേഹമെന്ന് നമുക്ക് ഗ്രഹിപ്പാൻ തക്കണം ഇടയായി തീർന്നത്. ദൈവത്തിന് മഹത്വം. സോ ഗോഡ് ഈസ് a love. ദൈവം സ്നേഹമാകുന്നു. 1 യോഹന്നാൻ 4:8 വായിക്കുമ്പോൾ സ്നേഹിക്കാത്തവൻ ദൈവത്തെ ഇല്ല, ദൈവ സ്നേഹം തന്നെ. അപ്പോൾ ഒരുവന് നമുക്ക് മറ്റൊരാളിനെ സ്നേഹിപ്പാൻ കഴിയുന്നില്ലെങ്കിൽ നാം ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നമ്മൾ ദൈവമക്കളെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നാം ദൈവത്തെ ശരിയായി അറിഞ്ഞിരിക്കുന്നെങ്കിൽ അതിന്റെ ഒരു തെളിവെന്ന് പറയുന്നത് മറ്റുള്ളവരെ സ്നേഹിപ്പാനുള്ളതായ കഴിവ് നമുക്കുണ്ടാകുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നാം സ്നേഹം കൊണ്ട് നിറഞ്ഞവരായിരിക്കണമെന്ന് ദൈവാത്മാവ് ഇന്ന് രാത്രി നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 1 യോഹന്നാൻ 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവരെല്ലാവരും ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു.
അപ്പോൾ ദൈവത്തെ എങ്ങനെ അറിയുന്നത്? ദൈവത്തിന് എങ്ങനെ ജനിക്കുന്നത്? നമ്മുടെ സ്നേഹം മറ്റുള്ളവരിൽ വ്യാപരിക്കുന്നത് കണ്ടിട്ടാണ് നാം ദൈവത്തിൽ നിന്ന് ജനിച്ചുവെന്നും നാം ദൈവമക്കളാകുന്നുവെന്നും നാം ദൈവത്തെ സ്നേഹിക്കുന്നുവെന്നും ദൈവത്തെ അറിയുന്നുവെന്നും മറ്റുള്ളവർക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത് നമ്മുടെ അന്യോന്യമുള്ള സ്നേഹത്തിന്റെ പശ്ചാത്തലത്തിൽ മാത്രമായിരിക്കും. ദൈവത്തിന് സ്തോത്രം. നാം ഒരുവനെ സ്നേഹിക്കുന്നുവെങ്കിൽ നാം അവന്റെ നന്മ ആഗ്രഹിക്കുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത്. സ്നേഹത്തിന്റെ നിർവചനം എന്ന് പറഞ്ഞാൽ മറ്റൊരാളിന്റെ നന്മ നാം ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് സ്നേഹിക്കുന്നതിന്റെ ആ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ ഒരാളെ സ്നേഹിക്കുന്നു, അപ്പോൾ ആ ദൈവത്തിന്റെ നന്മ അഥവാ അവന്റെ നന്മ നാം ആഗ്രഹിക്കുന്നു, അതുകൊണ്ട് നാം അവനെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മെ സ്നേഹിച്ചെന്താ? നമ്മുടെ നന്മ ആഗ്രഹിച്ചു. പാപത്തിൽ വീണുപോയ മനുഷ്യനെ മടക്കി വരുത്തുവാൻ, ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ, മുമ്പേ ഞാൻ ഓർപ്പിച്ചതുപോലെ അവന്റെ രക്തം കാൽവരി നമുക്ക് വേണ്ടി ഊറ്റിത്തന്ന് നമ്മെ മക്കളാക്കി തീർത്ത് ആ സ്നേഹം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തി തന്നു. ദൈവത്തിന് സ്തോത്രം. ഗോഡ് ലവ്സ് ദ വേൾഡ്. അവൻ ഒരാളിനെയല്ല, ഈ ലോകത്തെ മുഴുവനുമായി സ്നേഹിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മെയും ലോകത്തെയും സ്നേഹിച്ചതുകൊണ്ട് തന്റെ ഓമനകുമാരനെ നമുക്ക് വേണ്ടി അത് നൽകി. അവനെ നാം അംഗീകരിച്ച് അവന്റെ മക്കളായി ഇന്ന് രാത്രി തീരുമോ? ആരെങ്കിലും അത് ഇതുവരെയും കർത്താവിനെ അംഗീകരിപ്പാൻ കഴിയാത്തവരായി ലൈനിലുണ്ടെങ്കിൽ ദൈവസ്നേഹം ഗ്രഹിച്ചുകൊണ്ട് ആ ദൈവസ്നേഹത്തിലേക്ക് വന്ന് ദൈവമൈതലായി തീരേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്നേഹം നാം ഗ്രഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് മഹത്വം. ഇനി അത് നാം ചിന്തിക്കുമ്പോൾ അഞ്ചാമതായി ദൈവത്തിന്റെ മറ്റൊരു ഗുണവിശേഷങ്ങളെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. വിശ്വസ്തത ദൈവത്തിന്റെ മറ്റൊരു ഗുണമായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യം. ഞാൻ ഈ വാക്യങ്ങളൊക്കെ പറയുന്നത് നമ്മുടെ ബൈബിൾ സ്റ്റഡി ആയതുകൊണ്ട് അത് കുറിച്ചെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പിന്നീട് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഒക്കെ ആ സാവകാശം ലഭിക്കും. ദൈവത്തിന് സ്തോത്രം. ഗാഡ് ഈസ് ഫെയ്ത്ത്ഫുൾ. തന്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ദൈവത്തിന് മഹത്വം. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 2 തീമോഥെയോസ് 2:13 വായിക്കുമ്പോൾ നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു, തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ അവന്റെ സ്വഭാവം അവൻ ഒരിക്കലും ത്യജിക്കത്തില്ല. അവൻ വിശ്വസ്തനായി. നാം അവിശ്വസ്തരായി തീരും. നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ എത്രയോ സന്ദർഭങ്ങൾ നാം അവിശ്വസ്തരായി തീർന്നിട്ടുണ്ട്. എന്നാൽ ദൈവത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ അത് നാം ഇന്നും നിലനിൽക്കുന്നതും നാം ഇന്നും അത് അനുഭവിക്കുന്ന നന്മകൾക്കും കാരണം ദൈവം വാക്കുമാറാത്തവനും അവൻ വിശ്വസ്തനും ആയതുകൊണ്ട് മാത്രമാണ്. ദൈവത്തിന് സ്തോത്രം. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ ആകയാൽ നിന്റെ ദൈവമായ യഹോവ തന്നെ ദൈവം, അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം. അവൻ തന്നെ സ്നേഹിച്ച തന്റെ കൽപ്പനയെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ നിയമവും നീതിയും പാലിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മുമ്പേ ഞാൻ ആ വാക്യം ഓർപ്പിച്ചതാണ്. അപ്പോൾ ദൈവമക്കളെ, ദൈവത്തിന്റെ വിശ്വസ്തത, അത് ദൈവത്തിന്റെ വിശ്വസ്തത ദിനംതോറും നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആവർത്തനം പുസ്തകം 32-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ അവൻ വിശ്വസ്തയുള്ള ദൈവം, വ്യാജമില്ലാത്തവൻ, നീതിയും നേരുമുള്ളവൻ തന്നെ. ഈ ദൈവം മഹത്വവാനാണ്. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിന്റെ ആ സ്നേഹത്തെക്കുറിച്ചും ദൈവത്തിന്റെ കരുണയെക്കുറിച്ചും ദൈവത്തിന്റെ ആർദ്രതയെക്കുറിച്ചും നാം നന്നായി ഗ്രഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വിശുദ്ധിയും നീതിയും പാപത്തിന്റെ ശിക്ഷാനിയമം അനുശാസിക്കുന്നു. അത് നിലവിൽ അത് നാം കൊടുക്കണമെന്ന് ദൈവം ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ദൈവം തന്റെ പുത്രനിൽ കൂടിയാണ് അത് നിറവേറ്റിയത്. ആ ദൈവത്തിന്റെ ആ വിശുദ്ധി, ദ ഹോളിനെസ് ഓഫ് ഗാഡ് ഡിമാൻഡ്സ് ദാറ്റ് വി ബി ഹോളി. ദൈവമക്കളെ, നാം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് ദൈവത്തിന് സമർപ്പിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന ആ വിഷയമാണ്. ദൈവത്തിന് മഹത്വം. ഇന്ന് രാത്രി നാം ചിന്തിച്ചത് ദൈവത്തിന്റെ മോറൽ ആട്രിബ്യൂട്ട്സിനെ കുറിച്ചാണ്. അതായത് ദൈവം വിശുദ്ധനാണ്, അവൻ നീതിമാനായ ദൈവമാണ്, അവൻ സ്നേഹവാനായ ദൈവമാണ്, അവൻ കരുണയുള്ള ദൈവമാണ്, അവൻ വിശ്വസ്തനായ ആ ദൈവമായിരിക്കുന്നു
അതുകൊണ്ട് നാം എന്തു ചെയ്യണം? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നാം ഈ ദൈവത്തെ സ്നേഹിക്കണം. അതുകൊണ്ട് നാം ദൈവത്തെ ആരാധിക്കണം. അതുകൊണ്ട് നാം ദൈവത്തെ സേവിക്കണം. അതുകൊണ്ട് ദൈവത്തെ നാം അനുസരിക്കണം. അതുകൊണ്ട് ദൈവത്തെ നാം ഭയപ്പെടണം. ദൈവത്തിന് മഹത്വം. ദൈവമക്കളെ, ദൈവം ആരെന്ന് നാം വെറുതെ പഠിച്ചിട്ട് കാര്യമില്ല. ദൈവം ആരെന്ന് നാം ഗ്രഹിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആരാധനകളില്, നമ്മുടെ ദൈനംദിനമായിരിക്കുന്നതായ കുടുംബ ജീവിതത്തില്, നമ്മുടെ ദൈനംദിനമുള്ളതായ ജീവിതത്തിന്റെ ശൈലികളില് ഒരു വലിയ വ്യത്യാസം നമ്മുടെ ദൈവത്തെ അറിയേണ്ടതുപോലെ നാം അറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ വചന പഠനം കൊണ്ടും ദൈവം ആഗ്രഹിക്കുന്നത് അതുതന്നെയാണ്. നാം ദൈവത്തെ ആരെന്ന് ഗ്രഹിച്ചുകൊണ്ട് അവന് കൊടുക്കേണ്ടതായ മാനവും ബഹുമാനവും കൊടുത്തുകൊണ്ട് ആരാധനയ്ക്ക് പോയാലും ഭവനത്തിലായിരുന്നാലും നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ ആ വിശുദ്ധനായ ദൈവത്തെ അവന്റെ ആ വിശുദ്ധിയുടെ മാനദണ്ഡം അനുസരിച്ച് നാം അത് ആരാധിക്കുകയും അത് ദൈവത്തെ സേവിക്കുകയും ചെയ്യേണ്ടത്, അവയെ ഭയപ്പെടുകയും ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. നമ്മുടെ ദൈവത്തെ കുറിച്ച് അത് 1-2 മിനിറ്റുകൾ അത് ഇന്നത്തെ സ്റ്റഡി തീരുന്നതിന് മുമ്പ് ഓർപ്പിക്കുവാൻ തക്കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടെ. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാം വാക്യത്തിൽ വരുമ്പോൾ അത് നമുക്ക് ഇങ്ങനെ വായിപ്പാൻ കഴിയുന്നത്: താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവരാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കർത്താവിന്റെ പ്രാപ്തിയെ കുറിച്ച് നമുക്ക് വായിപ്പാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. പൂർണ്ണമായി രക്ഷിപ്പാൻ ദൈവം അഥവാ കർത്താവ് പ്രാപ്തനാണ്. ദൈവത്തിന് സ്തോത്രം. അത് പൂർണ്ണമായി എന്ന വാക്കിന് 2 അർത്ഥമാണ് ഉള്ളത്. ഒന്ന്, അവസാനത്തോളം ഇടയ്ക്ക് വെച്ച് വിട്ടു പോകുന്ന ദൈവമല്ല. മറ്റൊന്ന്, പൂർണ്ണമായി അത് നമ്മെ നടത്തുവാൻ തക്കവണ്ണം ശക്തനാണ്. ന്യൂസിലൻഡിൽ മാവോറീസ് എന്ന് പറയുന്ന ഒരു ജാതിക്കാരുണ്ട്. അവര് ഒരിടത്ത് സ്ഥിരമായി താമസിക്കുന്നവരല്ല. അവരിങ്ങനെ വാണ്ടർ ചെയ്ത് സഞ്ചരിക്കുന്ന ആളുകളാണ്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ മാനസാന്തരപ്പെട്ട് ദൈവമായ പൈതലായി തീർന്നു. ഉടനെ അവൻ പറഞ്ഞ ഒരു പദം ഞാനൊരു പുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുണ്ടായി. ദൈവത്തിന് സ്തോത്രം. അവൻ പറഞ്ഞത്, കർത്താവ് എന്റെ തലയണയാകുന്നു. അവനിങ്ങനെ പല സ്ഥലത്ത് യാത്ര ചെയ്തു പോകുമ്പോൾ അവന്റെ തല വെച്ച് ആശ്വസിപ്പാൻ കൊള്ളുന്ന ഒരുവനായിട്ടാണ് കർത്താവിനെ അവൻ ഗ്രഹിച്ചത്. ദൈവത്തിന് സ്തോത്രം. തിരുനെൽവേലിയിൽ ഒരാൾ രക്ഷിക്കപ്പെട്ട് വന്നപ്പോൾ അവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: എന്റെ യേശു എന്റെ ചുമട് താങ്ങിയാണ്, എന്റെ ഭാരം ഇറക്കി വെക്കുവാൻ കൊള്ളാകുന്നവനായ ദൈവമാണ്. ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മുടെ രോഗങ്ങളെ അവൻ വഹിക്കുന്നു, നമ്മുടെ വേദനകളെ അവൻ ചുമക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നാം നന്നായി ഗ്രഹിക്കേണ്ടത് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയമാണ്. അത് ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നായമാനോട് ചോദിച്ചാൽ അറിയുവാൻ തക്കണം കഴിയും. അത് ആദ്യം യോർദാനിൽ പോയി മുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ അവനതിൽ വലിയ താല്പര്യമില്ലായിരുന്നു. ഞാൻ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, ചരിത്രം നമുക്കറിയാവുന്നവരാണ്. എന്നാൽ ദൈവവചനം പൂർണ്ണമായി അനുസരിച്ച പ്രവാചകൻ പറഞ്ഞ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ ദൈവശക്തി അവന്റെ കുഷ്ഠം, പാപം മാറ്റി അവനെ രക്ഷിച്ച് അവന്റെ മേലുണ്ടായതായ നിന്നയെ മാറ്റി അവനെ രക്ഷിപ്പാൻ പര്യാപ്തമായ ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗദരദേശത്ത് ഭൂതഗ്രസ്തരോട് ചോദിച്ചാൽ ദൈവശക്തിയെക്കുറിച്ച് അവന് വിശദീകരിപ്പാൻ തക്കണം കഴിയുന്നുണ്ട്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ അത് നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നതായ ഒരു പ്രത്യേകമായ പദമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ആകയാൽ നാമും സാക്ഷിയുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും ഇട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഓട്ടം സ്ഥിരതയോടെ ഓടേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവശക്തി പ്രാപിച്ച അനേക പ്രിയപ്പെട്ടവര് നമ്മുടെ ചുറ്റിലുമുണ്ട്. അത് കണ്ട് നമ്മുടെ വിശ്വാസം പുതുക്കി നാം മുൻപോട്ട് പോകേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദുസ്വഭാവത്തിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ ദൈവശക്തനാണ്. നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ ശക്തനാണ്. നമ്മുടെ ദുസ്വഭാവങ്ങളിൽ നിന്ന് നമ്മെ രക്ഷിപ്പാൻ ദൈവം ക്രിസ്തു ശക്തനാണ്. അതുകൊണ്ട് കർത്താവിൽ നാം ആശ്രയിക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. ദൈവത്തിന് സ്തോത്രം. എബ്രായ ലേഖനത്തിന്റെ 2-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നതായ ഒരു പ്രത്യേകത എവിടെയുണ്ട്. ദൈവത്തിന് സ്തോത്രം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കിയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവൻ ആകുന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ പരീക്ഷിക്കപ്പെടുന്നവരെ
സഹായിപ്പാൻ കഴിവുള്ളവനായ ആ ദൈവമായിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം. പരീക്ഷ എന്ന് പറയുന്നൊരു പാപമല്ല. എന്നാൽ സാത്താന് നാം ചെവി കൊടുക്കുമ്പോൾ മാത്രമേ അത് പാപമായി തീരുകയുള്ളൂ. അത് പാപം ഒഴികെ മറ്റെല്ലാത്തിലും നമ്മുടെ കർത്താവ് നമ്മളെപ്പോലെ പരീക്ഷിക്കപ്പെട്ടു. നമ്മോടുകൂടെ യേശുവിനെ കാണുമ്പോൾ സാത്താൻ ഭയപ്പെടുന്നു. അപ്പോൾ നമ്മെ പരീക്ഷിക്കുന്നവരെ സഹായിപ്പാൻ നമ്മുടെ കർത്താവ് നമ്മുടെ അടുക്കലുണ്ട്. ദൈവത്തിന് സ്തോത്രം. തീമോഥെയോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ പൗലോസ് പറയുന്നൊരു കഴിവുണ്ട്. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ എന്റെ ദൈവം ശക്തൻ. ഞാൻ ആരെ വിശ്വസിക്കുന്നു, ആരെ വിശ്വസിക്കുന്നു അറിഞ്ഞിരിക്കുന്നു. അവൻ എന്റെ ഉപദേവി. ആ ദിവസം വരെ എന്നെ കാപ്പാൻ സൂക്ഷിപ്പാൻ അവൻ ശക്തനായിരിക്കും. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, നമ്മൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനായിരിക്കുന്നു. സമയം അത് ആ വാക്കുകളെ ഞാനിവിടെ ചുരുക്കുവാൻ കൊണ്ട് ആഗ്രഹിക്കുകയാണ്. സമയം ഇന്ന് രാത്രി നമ്മുടെ തീരുവാൻ, ഇന്നത്തെ ആ സമയം തീരുന്നത് കൊണ്ട് നിർത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വരുവാൻ താമസിച്ചാൽ തുടർന്ന് ഈ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിന്റെ അസ്തിത്വത്തെക്കുറിച്ച്, അത് മറ്റാരെങ്കിലും നമ്മോട് ചോദിച്ചാൽ ഈ ദൈവം എങ്ങനെ മറ്റുള്ളവർ, നിരീശ്വരവാദികൾ മറ്റുള്ളവര് ദൈവത്തെ കുറിച്ച് ആരെ ചോദിച്ചാൽ ദൈവിക അതേ ആ വേദശാസ്ത്രമാരുടെ അഭിപ്രായങ്ങള്, അതുപോലെ എങ്ങനെ നമുക്ക് ദൈവത്തെ മറ്റുള്ളവരോട് തെളിയിപ്പാൻ തക്കണം കഴിയും എന്നൊക്കെ ആ കർത്താവ് വരുവാൻ താമസിച്ചാൽ അടുത്ത ആഴ്ചയിൽ ചിന്തിപ്പാൻ തക്കണം ആഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി നാം ചിന്തിച്ചത് ദൈവത്തിന്റെ ആ സ്വഭാവം, അത് നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് മോറൽ ആട്രിബ്യൂട്ട്സ്. നാച്ചുറൽ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് മറ്റാരുമായിട്ട് പങ്കിടാത്ത, നിത്യനായ, മാറ്റമില്ലാത്തവനായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ ദൈവം. എന്നാൽ നമ്മളുമായി പങ്കിടുവാൻ ദൈവം ആഗ്രഹിക്കുന്നതായ മോറൽ ആട്രിബ്യൂട്ട്സ്, അവൻ വിശുദ്ധനായിരിക്കുന്ന പോലെ നാം വിശുദ്ധരായിരിക്കണം. അവൻ സ്നേഹിക്കുന്ന പോലെ നാം സ്നേഹിക്കണം. അവൻ നീതിമാനായിരിക്കുന്ന പോലെ നാം മറ്റുള്ളവരോട് നീതി കാണിക്കേണ്ടത് ആവശ്യമാണ്. അത് അവൻ വിശ്വസ്തനായിരിക്കുന്ന പോലെ നാം വിശ്വസ്തരായിരിക്കണം. അവൻ ദയാലുവായിരിക്കുന്ന പോലെ നാം മറ്റുള്ളവരോട് ദയ കാണിക്കണം. ദൈവമക്കളെ, ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിൻപാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുകയും ഈ ദൈവത്തിന്റെ ആ ഗുണവിശേഷം നാം മനസ്സിലാക്കി ആ ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും സേവിക്കുവാൻ, ആരാധിക്കുവാൻ, വിശ്വസിക്കുവാൻ, ആശ്രയിക്കുവാൻ ഒക്കെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കേണ്ടതിന്, ദൈവമായ കർത്താവ് നമ്മെ ബലപ്പെടുത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രി ദൈവത്തിനെ കേട്ട എല്ലാവർക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കേട്ട വചനം ആർക്ക് ശിക്ഷാവിധിക്ക് യോഗ്യമാകാതെ വണ്ണം ദൈവവചന പഠനം ഞങ്ങളുടെ ജീവിതത്തിൽ ആത്മീകരായി ഞങ്ങൾ വളർന്നു വരുവാനും ആത്മീക ഉന്നമനത്തിനും അഭിവൃദ്ധിക്കും കാരണമാക്കി തീർക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കേട്ട എല്ലാവരെയും ഏത് വിഷയത്തിന് മുഖത്ത് അവരായിരിക്കുന്നു ആ വിഷയത്തിന് മുഖത്ത് നീ അവരോട് ഇടപെടുകയും സഹായിക്കും ചെയ്യണമേ. ഈ പ്രേയറിനെ അനുഗ്രഹിക്കണമേ. ലീഡ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പാടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കായി സ്തോത്രം. കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ഗോഡ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഇത്രത്തോളം നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ശ്രേഷ്ഠമായുള്ള ദൈവാലോചന കേൾക്കുവാൻ തക്കണം ദൈവം നമ്മളെ സഹായിച്ചല്ലോ. സ്തോത്രം. ഈ സന്ധ്യാസമയം നമ്മളെ കേൾപ്പിച്ച ദൈവാലോചന മുമ്പില് ദൈവത്തിന് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. സ്നേഹവാനായ ദൈവം, അവൻ സ്നേഹിച്ചതുപോലെ ഈ ദിവസങ്ങൾ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിപ്പാന് ദൈവം നമുക്ക് കൃപ തരുവാൻ തക്കണം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. വിശുദ്ധനായ ദൈവം, ഹല്ലേലൂയ, വിശുദ്ധിയിൽ അധിവസിക്കുന്ന ദൈവം ദിവസങ്ങളിൽ സ്തോത്രം വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ ഹല്ലേലൂയ അവന്റെ മഹിമയുടെ സാക്ഷികളായി ജീവിപ്പാന് ദൈവം നമുക്ക് കൃപ തരുവാൻ തക്കണം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അവൻ നീതിമാനായ ദൈവമാണ്. നീതി പ്രവർത്തിപ്പാന് ദൈവം നമുക്ക് കൃപ തരുവാൻ തക്കണം ദൈവകരങ്ങളിൽ നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. അവൻ കരുണയുള്ള ദൈവമാണ്. അവൻ മനസ്സലിവിന്റെ ദൈവമാണ്. അവൻ ദയവുള്ള ദൈവമാണ്. സ്തോത്രം. 1000 തലമുറ വരെ അവന്റെ കൽപ്പന പ്രമാണിക്കുന്നവര്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുന്ന ദൈവം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവസന്നിധിയില് നമ്മളെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. അവൻ വിശ്വസ്തനായ ദൈവമാണ്. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സെക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അനേകരതിൽ പങ്കുകൊള്ളുവാൻ കർത്താവേ അങ്ങ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി സമയം ഞങ്ങളുടെ പരിശുദ്ധാത്മാവോട് സംസാരിച്ചാട് സകലമായ മൊത്തം തിരുമേനിക്ക് സമർപ്പിക്കുന്നു.
യേശുക്രിസ്തു നാമത്തില് അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാകണമേ. ആമീൻ. വീഴാതെ വണ്ണം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയില് കളങ്കമില്ലാത്തൊരു ആനന്ദത്തോടെ കഴിവുള്ള പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ലോകത്തെമ്പാടുള്ള എല്ലാ വിശുദ്ധന്മാരോടും പ്രത്യേകിച്ച് ഈ പ്രയറിനെ കടന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാകട്ടെ. ആമീൻ. ഈ രാത്രി സമയവും നമുക്ക് ജയൻ എന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമീൻ. കർത്താവായ യേശുവേ, വേഗം വരുമാകണമേ. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവിനെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം കർത്താവിന്റെ ദാസനിൽ നിന്ന് കേൾക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിച്ചോർത്തുകൊണ്ട് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. നാം ആരാധിക്കുന്നവനായ ദൈവം എത്ര ശ്രേഷ്ഠനായ ദൈവമാണെന്നുള്ളതായ ദൈവത്തിന്റെ അതേ ക്വാളിറ്റീസിനെ കുറിച്ച് ഇന്ന് രാത്രികാലം കേൾക്കുവാൻ തക്കവണ്ണം അതേ മനുഷ്യനുമായി ഷെയർ ചെയ്യുവാൻ പങ്കിടുവാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങളെ കുറിച്ച് കേൾക്കുവാനിടയായല്ലോ. കർത്താവിന്റെ ദാസൻ ഡോക്ടർ മാത്തക്കുട്ടി സാമാനുള്ള പ്രത്യേക നന്ദി രാത്രികാലം അറിയിക്കുന്നു. ദൈവമായ കർത്താവിന്റെ ദാസൻ ധാരാളമായി ഉപയോഗിക്കട്ടെ. അടുത്ത ബുധനാഴ്ചയും വീണ്ടും കടന്നു വന്ന് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ തക്കണം നമ്മെ തന്നെ സമർപ്പിക്കാം. മറ്റുള്ളവരെയും ഇതിലേക്ക് ഉത്സാഹിപ്പിച്ചു കൊണ്ടുവരുവാൻ തക്കണം എല്ലാവരും ശ്രമിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നാളെ രാവിലെ 5 മുതൽ 6 വരെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് വീണ്ടും കടന്നു വരാം. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് മധ്യസ്ഥ പ്രാർത്ഥന ഉണ്ടായിരിക്കും. എല്ലാ പ്രിയപ്പെട്ടവരും അതിൽ പങ്കെടുക്കുവാനും ദേശത്തിന് വേണ്ടിയും നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയും ഒരുമിച്ച് കൂടി നമുക്ക് പ്രാർത്ഥിപ്പാനും ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ വൈകിട്ടത്തെ പ്രോഗ്രാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. വൈകിട്ട് 8:30 മുതൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ഇംഗ്ലീഷ് സെഷൻ ഉണ്ടായിരിക്കും. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അതിനകത്ത് കടന്നു പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കുവാനും പ്രാർത്ഥനാ ജീവിതം അവരുടെ ചെറുജീവിതത്തിൽ തന്നെ ഈ ചെറുപ്രായത്തിൽ തന്നെ ആരംഭിക്കുവാൻ തക്കവണ്ണം അവരെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അവരെ അതിനായിട്ട് ഉത്സാഹിപ്പിക്കാം. 9 മണിക്ക് മലയാളം സെഷൻ ഉണ്ടായിരിക്കും. നല്ല ടെസ്റ്റിമണിയും മനോഹരമായ വചന ശുശ്രൂഷയും ദൈവവചനം അതുപോലെ തന്നെ ഒരുമിച്ച് കൂടിയിരുന്ന അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും ഉള്ള സാവകാശമുണ്ട്. എല്ലാ പ്രിയപ്പെട്ടവരും ഉത്സാഹത്തോടെ കടന്നു വരാൻ അപേക്ഷിക്കുന്നു. രാത്രികാലം ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ ജോൺ വർഗീസ് പാസ്റ്ററുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ മനോഹരമായ പാട്ട് പാടിയതായ കർത്താവിന്റെ ദാസൻ പിന്നിയുമ്മനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്. വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനേ ജീവിതം പോരാ. സ്വന്തമായൊന്നുമില്ല, സർവ്വതും നിന്ദാനം. സ്വസ്ഥമായുറങ്ങിടാം സമ്പത്തിൽ മയങ്ങാതെ, മണ്ണിൽ സൗഭാഗ്യം നേടാനായാലും ആത്മം നഷ്ടമായാൽ ഫലമെവിടെ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ. കഷ്ടപ്പാടിൻ കാലങ്ങളിൽ രക്ഷിക്കുന്ന സ്നേഹമോർത്താൽ എത്ര സ്തുതിച്ചാലും മതി വരുമോ? ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ, നന്ദി ചൊല്ലി തീർക്കുവാനീ ജീവിതം പോരാ.
സ്വപ്നങ്ങൾ പൊലിഞ്ഞാലും ദുഃഖത്താൽ വലഞ്ഞാലും മിത്രങ്ങൾ അകന്നാലും ശത്രുക്കൾ നിരന്നാലും രക്ഷാകവചം നീ മാറാതെന്നാളും അങ്ങെന്നും